കൂടാരക്കിളി കിളിക്കഞ്ചും നിറഞ്ഞു ഞാൻ വാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സമയക്കുറവാണ് കാരണം. അപ്പോൾ ഒരു മെത്തേഡ് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. സാധാരണഗതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ നിന്നാണ് ഷെയർ ബൈ ചെയ്യുക? ഏറ്റവും മുകളിൽ നിന്നാണോ താഴെ നിന്നാണോ? തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഷെയർ ബൈ ചെയ്യണമെങ്കിൽ അവർ ബൈ ചെയ്യുക താഴെ നിന്നാണ്, മുകളിൽ നിന്നല്ല. താഴെ നിന്നാണ് അവർ ബൈ ചെയ്യുക. താഴെ ലെവലിൽ ഷെയറുകൾ താഴേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ താഴെ ലെവലിൽ ഉള്ളപ്പോൾ ആ ഷെയറിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എങ്കിൽ, ഒരു ബൈയിങ് പ്രഷർ ഉണ്ട് എങ്കിൽ നമുക്ക് എൻട്രി ചെയ്തുകൂടെ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരിക്കലും മുകളിൽ നിന്ന് ബൈ ചെയ്യില്ല. എന്ന് വെച്ച് അൾട്ടിമേറ്റ് താഴെ നിന്നായിരിക്കുമോ ബൈ ചെയ്യുക? അല്ല, അവർ ബൈ ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റില്ല, എന്നാലും ഏകദേശം ഇവിടെ ഒരു ബൈയിങ് പൊട്ടൻഷ്യൽ ഉണ്ട്, ആരൊക്കെ ഇതിൽ എൻട്രി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഷെയറുകൾ താഴെ ലെവലിലുള്ളപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബൈ ചെയ്യാം. അവരുടെ കൂടെ നമുക്ക് കൂടാം. കൂടുതൽ റിട്ടേൺ കുറഞ്ഞ സമയം കൊണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ കൺസെപ്റ്റിലാണ് നമ്മൾ ഷെയറുകൾ പിക്ക് ചെയ്യുന്നത്. ആ മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന രണ്ടാമത്തെ കാര്യമുണ്ട്, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ഇന്ത്യയിൽ ലീഗലാണോ? നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നത് ബാർട്ടർ സിസ്റ്റത്തിലൂടെയായിരുന്നു. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം കൊടുക്കും, എന്നിട്ട് മറ്റൊരു സാധനം നമ്മൾ തിരിച്ചു വാങ്ങും. അതിന് കുറേ പോരായ്മകളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് കറൻസികൾ വന്നത്. ഓരോ രാജ്യത്തിനും അവരുടേതായ കറൻസികളുണ്ട് അല്ലേ? ഇപ്പോൾ യൂണിവേഴ്സൽ കറൻസി എന്നറിയപ്പെടുന്ന സംഭവം എന്താണ്? US ഡോളറാണ് അല്ലേ? അതൊക്കെ നമുക്കറിയാം. ഇതും കഴിഞ്ഞിട്ടാണ് ക്രിപ്റ്റോ കറൻസീസ് രംഗപ്രവേശനം ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസീസ് വെർച്വൽ കറൻസീസ് ആണ്. ന്യൂ ജനറേഷൻ ട്രേഡിങ്ങുകൾ, ഇനി വരുന്ന ട്രേഡിങ്ങുകൾ ക്രിപ്റ്റോ കറൻസിയിൽ ആവാനുള്ള സാധ്യത, ആവുക തന്നെ ചെയ്യും, ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് രാജ്യങ്ങൾ, ഗവൺമെൻറ്റുകൾ, സ്ഥാപനങ്ങൾ എല്ലാം ക്രിപ്റ്റോ കറൻസിയെ അംഗീകരിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിപ്റ്റോ കറൻസി നമുക്കറിയാം അല്ലേ? ഏതാണ്? ബിറ്റ്കോയിൻ. കഴിഞ്ഞ വർഷം ബിറ്റ്കോയിൻ എത്ര ശതമാനമാണ് വളർന്നത്? 600% ബിറ്റ്കോയിൻ കഴിഞ്ഞ വർഷം മാത്രം വളർന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്കുള്ള ഒരു സംശയം ഇതാണ്, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ഇന്ത്യയിൽ ഇല്ലീഗലാണോ എന്നുള്ളത്. അങ്ങനെയല്ല, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ഇന്ത്യയിൽ ഇല്ലീഗൽ അല്ല എന്ന് RBI വളരെ കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കും ട്രേഡിംഗ് ചെയ്യാം, ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡിംഗ് ചെയ്യാം. അപ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോം വേണ്ടേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് കോയിൻ സ്വിച്ച് കുബേർ എന്നറിയപ്പെടുന്ന പ്ലാറ്റ്ഫോം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഇൻ്റർഫേസസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ KYCയും വളരെ ഈസിയാണ്. മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഒരു ഫുഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന ലാഘവത്തോടു കൂടി നമുക്ക് ട്രേഡിംഗ് നടത്താം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് പൈസ വേണമെന്ന്. 100 രൂപ മുതൽ ഇട്ടിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ 75ഓളം ക്രിപ്റ്റോ കറൻസികളിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. 11 മാസങ്ങൾ കൊണ്ട് 6 മില്യൺ യൂസേഴ്സാണ് കോയിൻ സ്വിച്ച് കുബേറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലൊക്കെ ബിറ്റ്കോയിന് ATM കൗണ്ടറുകളുണ്ട്. ഇന്ത്യയിലുമുണ്ട്. ഫസ്റ്റ് ATM കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരാണ് ഫസ്റ്റ് ATM കൗണ്ടർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിങ്ങനെ ഗ്രാജുവലി വരും, വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കോയിൻ സ്വിച്ച് കുബേറിന് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. കോയിൻ സ്വിച്ച് എന്നാണ് പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോയിൻ സ്വിച്ച് കുബേർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ലിങ്ക് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്തോളൂ. 50 രൂപ നിങ്ങൾക്ക് വെൽക്കം ബോണസായിട്ട് കിട്ടുന്നുണ്ട്. ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനുമായിട്ട് കാലതാമസങ്ങളില്ല, ഇൻസ്റ്റൻ്റ് ആണ്. ഇനി നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യണ്ടേ? ഇതിനായിട്ട് താഴ്ന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകളാണ് നമുക്ക് വേണ്ടതല്ലേ? മുകളിൽ ലെവലിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകൾ റിസ്ക് ഉണ്ട്. ഇപ്പോൾ സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്ങിൻ്റെ ലോയിൽ ബൈയും ഹൈയിൽ സെല്ലുമാണ്. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം താഴ്ന്ന ലെവലിലുള്ള സ്റ്റോക്കുകൾ എങ്ങനെ പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ട്രെൻഡ് റിവേഴ്സലായത് അത് നമ്മൾ ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കണം കേട്ടോ, ട്രെൻഡ് റിവേഴ്സലായോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. വേണ്ടത് charting.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാർട്ടിംഗ്, ഇവിടെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും.
നമ്മൾ നമ്മുടെ വീഡിയോയിൽ പലപ്പോഴായിട്ട് പറയുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. ഇനി നേരെ ക്രിയേറ്റ് സ്കാനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് RSI എന്ന് ടൈപ്പ് ചെയ്യുക. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. എന്തിനാണ് നമ്മൾ RSI ഉപയോഗിക്കുന്നത്? RSIക്ക് ഒരു പ്രത്യേകതയുണ്ട്. RSI 30 താഴെയാണെങ്കിൽ അത് ഓവർ സോൾഡ് ലെവലിലുള്ള സ്റ്റോക്കുകളാണ്. അതായത് ഏകദേശം സപ്പോർട്ട് ലെവലിലുള്ള സ്റ്റോക്കുകളാണ്. അതായത് അതിൻ്റെ ബോട്ടത്തിൽ എത്തിയ സ്റ്റോക്കുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 100% കറക്റ്റൊന്നുമല്ല, നമുക്ക് ഏകദേശം കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാം. അല്ലാതെ ഈ 14,000 സ്റ്റോക്ക് ഉള്ളതിൽ നമുക്ക് മാനുവലായിട്ടെല്ലാം സെലക്ട് ചെയ്ത് എടുക്കൽ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഈ ലേറ്റസ്റ്റ് എന്ന ഭാഗത്ത് മാറ്റിയിട്ട് മന്ത്ലി എന്ന് കൊടുക്കുക. മന്ത്ലി കൊടുക്കാം, വീക്കിലി കൊടുക്കാം, മാറി മാറി കൊടുക്കണം കേട്ടോ. മന്ത്ലി RSI താഴെയുള്ളതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനി ലെസ് ദാൻ എന്ന് കൊടുക്കാം. ഇവിടെ നമ്പർ എന്ന് കൊടുക്കാം. ഈ നമ്പറിൻ്റെ ഇവിടെ 20 ആണ്. 20ൽ ഒന്നും കാണാൻ സാധ്യതയില്ല. എന്നാലും നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. 20ൽ കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ടല്ലേ. ഇങ്ങനെ കിട്ടുന്ന സ്റ്റോക്കുകളിൽ നമ്മൾ രണ്ടാമത് നോക്കേണ്ട കാര്യം എന്താണ്? അത് പോസിറ്റീവിലാണോ, അതായത് പേഴ്സൻറ്റേജ് ഓഫ് ചേഞ്ച് ഇവിടെ മുകളിലാണോ താഴെയാണോ എന്നുള്ളതാണ്. നെഗറ്റീവ് ആയിരിക്കരുത്. അപ്പോൾ 3 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ്, ആദ്യത്തെ ഒരു സ്റ്റോക്ക് പോസിറ്റീവിലാണ്. നെഗറ്റീവിലുള്ള എന്താണ്? സെല്ലിംഗ് പ്രഷറാണ്. വീണ്ടും ആ സ്റ്റോക്കുകൾ താഴേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം പോസിറ്റീവ് ആയത് എന്താണ്? അവിടെ ബൈയിങ് പ്രഷറാണ്. ഇപ്പോൾ നമ്മൾ ബൈയിങ് പ്രഷറും ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നിങ്ങൾക്ക് പല ക്രിറ്റീരിയകൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനത് 1 by 1 ആയിട്ട് പറയാം. ആദ്യത്തെ സ്റ്റോക്ക് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 1 ഇയർ ഡെയിലി ചാർട്ടാണ്. ഓക്കെ, ഏകദേശം ഒരു അക്കുമുലേഷൻ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. പെന്നി സ്റ്റോക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓൾ ഡേറ്റ വലിയ ചാർട്ടും കൂടി ഒന്ന് എടുത്തു നോക്കണം. ഇത് മുകളിലേക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ടല്ലേ. കാരണം ഇതിൻ്റെ താഴെ എത്തിയിട്ട് 3 മാസമായിട്ട് മന്ത്ലി ചാർട്ട് ബുള്ളിഷിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഗ്രാജുവലി മെല്ലെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയത് പെന്നി സ്റ്റോക്കാണ്. അപ്പോൾ പെന്നി സ്റ്റോക്ക് നമുക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന് മറ്റൊരു മാർഗമുണ്ട്. വീണ്ടും ഈ പ്ലസ് ബട്ടണിൽ വന്നിട്ട് മാർക്കറ്റ് ക്യാപ്പ് എന്ന് അടിച്ചു കൊടുക്കുക. സെലക്ട് ചെയ്തു. ഗ്രേറ്റർ ദാൻ കൊടുക്കുക. എത്രയാണോ നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് വേണ്ടത് അത് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 10,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് മതി. അങ്ങനെ നമ്മൾ റൺ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റോക്കും ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്പർ 20 കൊടുത്താൽ നമുക്ക് വലിയ കമ്പനികളൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മളിവിടെ നമ്പർ 30 കൊടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്യാം. മാർക്കറ്റ് ക്യാപ്പ് ഇത്രയും കൊടുക്കണമെന്നില്ല കേട്ടോ, ഇതിലും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ചെറിയ കമ്പനി താല്പര്യമുള്ളവർക്ക് മാർക്കറ്റ് ക്യാപ്പ് 1000 500 അങ്ങനെ കൊടുക്കാം. ഇനി അത് ഡിസേബിൾ ആക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 50 എന്ന് കൊടുത്തു. കുറേ കമ്പനികൾ നമുക്ക് കിട്ടി. അതിൽ ഫസ്റ്റ് വന്നേക്കെന്ന് നോക്കിയേ, ഐഡിയ നമ്മുടെ ഐഡിയ ഫസ്റ്റ് വന്നിട്ടുണ്ട്. ഐഡിയയിൽ സംതിങ് എന്തെങ്കിലും നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നാളെ ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്തതാണ് ഐഡിയ. 10 രൂപ 35 പൈസയാണ് ഇപ്പോഴത്തെ വില. ഐഡിയയിൽ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുള്ള പോലെ തോന്നുന്നുണ്ട്. ഒരു ദിവസം ഇത് കയറിയിരിക്കുന്നത് 9% മുകളിലാണ്. മാർക്കറ്റ് നല്ല ക്രാഷായിരിക്കുന്ന സമയത്ത് പോലും കണ്ടില്ലേ. ഞാൻ ഐഡിയ റെക്കമെൻഡ് ചെയ്ത് ഈ ഭാഗത്താണ് കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെ ഒരു ബുള്ളിഷ്നെസ് കണ്ടപ്പോൾ ഞാൻ പണ്ട് ഐഡിയ റെക്കമെൻഡ് ചെയ്തായിരുന്നു. ഓക്കെ, 10 രൂപയാണ് ഏകദേശം പറഞ്ഞ ഈ റെസിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അത് ടച്ച് ചെയ്തിട്ട് താഴേക്ക് പോയി വീണ്ടും ആ ബുള്ളിഷ്നെസ്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ വരെയൊക്കെ വരാൻ സാധ്യതയില്ലേ, ഈ ഭാഗത്തൊക്കെ വരാൻ സാധ്യതയില്ലേ. 13 അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഒരു കമ്പനി കിട്ടിയിട്ടുണ്ട്, ഐഡിയ. അടുത്ത ഇൻഡസ്ഇൻഡ് ബാങ്ക് കിട്ടിയിട്ടുണ്ട്, യെസ് ബാങ്ക് കിട്ടിയിട്ടുണ്ട്. യെസ് ബാങ്ക് ഞാൻ പണ്ട് റെക്കമെൻഡ് ചെയ്താണ്. 15ൻ്റെ മുകളിൽ പോയായിരുന്നു. ഞാൻ 13 ലെവലിലും കണ്ടോ പറഞ്ഞത്. ഓക്കെ, അത് പോട്ടെ. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് ചാർട്ട്? അപ്പോൾ ഈ ചാർട്ട് നോക്കിയിട്ട് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ. അതിനാണ് നമ്മൾ ചാർട്ട് നോക്കുന്നത്. വേണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കാം. ഇവിടെ നോക്കിക്കുക, ഒരു ചെറിയ സംഭവം കൂടെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയാണ് ബൈ ചെയ്യുന്നതെന്ന്. അവർ എക്സ്ട്രീം താഴെ ലെവലുകളിലേ ബൈ ചെയ്യൂ കേട്ടോ. അവരിങ്ങനെ ബൈ ചെയ്യുള്ളൂ. ഈ മുകളിൽ പോയിട്ടൊന്നും അവർ ബൈ ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് അതേപോലെ താഴെ ലെവലിൽ കിട്ടണേ നമ്മൾ എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള അൾട്ടിമേറ്റ് താഴെയുള്ള ലെവലിൽ കിട്ടും. അപ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും പിന്നെ കിട്ടുക. അതുപോലെ തന്നെ താഴെ ലെവലിൽ നല്ല വോളിയം ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ താഴെ ലെവലിൽ നല്ല വോളിയം ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രിക്ക് മനസ്സിലായല്ലോ. സ്ഥിരമായിട്ട് നോക്കിയാൽ മതി, പൊളിക്കും ഇത്. ഇനി ഞാൻ മാർക്കറ്റ് ക്യാപ്പ് ഒന്ന് ഡിസേബിൾ ചെയ്യാണ് കേട്ടോ. ഏതെങ്കിലും സ്റ്റോക്ക് മതി, ആ ലെവലിൽ നമ്മൾ സെർച്ച് ചെയ്യണം.
കണ്ടോ, നമുക്കപ്പോൾ എത്രയോ സ്റ്റോക്കുകൾ കിട്ടി. ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ RSIയുടെ വാല്യൂ കുറച്ച് കൊടുക്കുക. കാരണം നമുക്ക് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ചേഞ്ച് ഓഫ് പേഴ്സൻറ്റേജ് നോക്കുക. കണ്ടില്ലേ, ഇത് ഏറ്റവും കൂടി നിൽക്കുന്നതായിരിക്കും അടിപൊളി. ഇപ്പോൾ ഫ്യൂച്ചർ കൺസ്യൂമറൊക്കെ ഉണ്ട്. മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ മാറ്റിയപ്പോഴാണ് ഫ്യൂച്ചർ കൺസ്യൂമർ വന്നത്. ശ്രീ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ കഴിഞ്ഞ ആഴ്ച റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ് കേട്ടോ. സെയിം മെത്തേഡ് മനസ്സിലായല്ലോ. സെയിം മെത്തേഡാണ്. ഞാനത് ഏതിലാണ് റെക്കമെൻഡ് ചെയ്ത്, ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. കാരണം എന്നും എനിക്കങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റിയില്ല, ഇച്ചിരി ലേറ്റായിപ്പോയി. ഈ 11-12 ഇവിടെ എങ്ങാണ്ടാണ് ഞാനത് റെക്കമെൻഡ് ചെയ്ത്. 14.50 കഴിഞ്ഞ ദിവസവും മാർക്കറ്റ് ഡൗൺ ആണ്, പക്ഷേ ഇത് ആണ്. കണ്ടോ, ശ്രീ ഇൻഫ്ര പൊളിച്ചടിക്ക്. ഇന്നലെ ഇത് നല്ല രീതിയിൽ താഴേക്ക് വന്നായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് പേടിച്ച് പോയി. ഞാനും വിറ്റു ആ ഒരു ഇതിൽ. ഞാനോർത്ത് അത് താഴേക്ക് പോകുന്നു, എന്നിട്ടാണ് അത് അടിച്ച് കയറിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത്ര തന്നെയുള്ളൂ. അപ്പം നമുക്ക് ഈ ബോട്ടം ലെവലുകളിൽ സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെയൊന്നും അല്ല കിട്ടുന്നത്, ഈ ലെവലുകളിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ എത്ര പേഴ്സൻറ്റേജാണ് ലാഭം അല്ലേ? കയറി പോകുന്ന കണ്ടില്ല, എത്ര പേഴ്സൻറ്റേജാണ് ലാഭം? വളരെ ചെറിയ സമയം കൊണ്ട് വലിയ പേഴ്സൻറ്റേജ്. ഇനിയിപ്പോൾ അത് എടുക്കണമെന്നില്ല കേട്ടോ. നമുക്ക് പുതിയതായിട്ട് നല്ല രീതിയിൽ ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന സ്റ്റോക്കുകൾ എടുക്കാം. ഐഡിയ അതാ ഇവിടെ വന്നിട്ടുണ്ട്. ലിപ്സ ജെംസ് ജ്വല്ലറി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. യൂസി അടിച്ചു കഴിഞ്ഞ ദിവസം. ഖാദിം എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് ഓക്കെ കണ്ടില്ലേ, ഖാദിം എന്ന് പറയുന്ന സ്റ്റോക്ക്. പക്ഷേ നമ്മൾ ഈ മോഡ് ലെവലിൽ വാങ്ങണമെന്നില്ല. ഇനിയിപ്പോൾ ഇത് മോഡ് ലെവലിലാണ് എന്ന് വിചാരിച്ചോ, ചിലപ്പോൾ നമുക്ക് താഴേന്ന് കിട്ടിയില്ല. എല്ലാ ദിവസവും നോക്കണം. ഖാദിമൊക്കെ എനിക്ക് കഴിഞ്ഞ ആഴ്ച കണ്ട സ്റ്റോക്കാണ്. അന്നേരം ഞാൻ ഈ ലെവലിലാണ് കണ്ടത്. അത് കഴിഞ്ഞത് കറക്ഷനിൽ പോയിട്ട് വീണ്ടും കയറി പോകുന്നുണ്ടോ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അതേപോലെ നെഗറ്റീവായിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമ്മൾ മന്ത്ലി ചാർട്ടിലിട്ടിട്ട് ചെക്ക് ചെയ്യണം. ഓൾ ഡേറ്റ മന്ത്ലി നോക്കിക്കേ, ആദ്യം നോക്കിയേ. കഴിഞ്ഞ ആഴ്ച ഞാൻ നോട്ട് ചെയ്ത സ്റ്റോക്കായി ഈ സാധനം. ഇതേ സെയിം മെത്തേഡ് കണ്ടില്ലേ. മന്ത്ലി ചാർട്ടിൽ ഇവന് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഡെയിലി ചാർട്ടിൽ ഇച്ചിരി വില കൂടിയാലും കുഴപ്പമുണ്ടോ? സാരമില്ല എന്നങ്ങ് വെച്ചിട്ട് നമുക്ക് വാങ്ങാം. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ നമുക്ക് വാങ്ങാം. ഓക്കെ, നമുക്ക് ഈ മന്ത്ലി ചാർട്ടിൻ്റെ ഇവിടെ ലോയ്ക്ക് താഴെ എങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇടാം. അത് വലിയ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ വീണ്ടും നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് അതിൽ നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാം. തീർച്ചയായിട്ടും മന്ത്ലി ചാർട്ട് ഇപ്പോൾ വലിയ സ്റ്റോപ്പ് ലോസ്. നമുക്ക് എവിടെ സ്റ്റോപ്പ് ലോസ് ഇടാം? ഇപ്പോൾ ഇത് മുകളിലേക്ക് പോയ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടാം. 187 സ്റ്റോപ്പ് ലോസ് ഇടാം. ഇപ്പോഴും പ്രൈസ് 211 ആണ്, കുറച്ച് കൂടുതലാണ്. കാരണം ബൈയിങ് പൊട്ടൻഷ്യൽ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങി ഇനിയിപ്പോൾ ഉടനെ കയറിയില്ല എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇത്ര മുകളിലാണ്, ഒരു ചെറിയ കറക്ഷൻ വന്നു, ഇവിടെ വന്ന് വീണ്ടും റിവേഴ്സായിട്ടാണ് കയറുന്നതെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്താലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുമല്ലോ. എങ്ങനെയുണ്ട് മെത്തേഡ്? സൂപ്പർ മെത്തേഡല്ലേ. അധികം ആരും ഒന്നും പറഞ്ഞു തരാത്ത മെത്തേഡാണ്. എൻ്റെ ഒരു സീക്രട്ട് മെത്തേഡാണ് കേട്ടോ. റിലയൻസ് ക്യാപിറ്റൽ ഇതാ അടുത്തത്. റിലയൻസ് ഈ സാധനമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. റിലയൻസ് RIIL എന്ന് പറയും. അതാണോ ഇത്? ഇതല്ല. RIIL എന്ന് പറയുന്ന വേറെ ഒരു സ്റ്റോക്കും ഉണ്ടായിരുന്നു, റിലയൻസ് ക്യാപിറ്റൽ. അപ്പോൾ ഇതിങ്ങനെ പെന്നി സ്റ്റോക്കും ഇങ്ങനെ യൂസ് അടിച്ച് പോയിട്ട് മേടിച്ചിട്ടില്ല. ഞാൻ RIIL എന്ന് പറയുന്ന സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ട്. അത് എവിടെയെങ്കിലും കാണും, അല്ലെങ്കിൽ അത് കയറിപ്പോയതുകൊണ്ട് ചിലപ്പം ഈ ഇതിൽ വരുമോ ഇല്ല. ബജസ്കോ എന്ന് പറയുന്ന സ്റ്റോക്ക് അതൊന്നും മേടിക്കണ്ട കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ, ബജസ്കോ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ പ്ലേ, ഈ സാധനം ഞാൻ മേടിച്ച് എത്രയ്ക്കാണെന്നറിയോ? 72 രൂപ 40 പൈസയ്ക്ക് മേടിച്ചാൽ. ഇപ്പോഴത്തെ വില എത്രയാണ്? 90 രൂപ 95 പൈസ. ഞാൻ കഴിഞ്ഞ ദിവസമാണ് വിറ്റത്, 96 രൂപയ്ക്കാണ് വിറ്റത്. കുറച്ച് റിസ്ക് എടുത്ത് മേടിച്ചേട്ടോ, പക്ഷേ ക്വാണ്ടിറ്റി കുറവായിരുന്നു. അതാണൊരു പ്രശ്നം. സിന്തറ്റിക് പ്ലാസ്റ്റിക് പെന്നി സ്റ്റോക്കുകളൊക്കെ ഇഷ്ടമാതിരി കിട്ടും. ഇനി നിങ്ങൾക്ക് ചാർട്ടും കൂടെ അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സൂപ്പറായിട്ട് സ്റ്റോക്ക് കിട്ടിയില്ലേ, ഇനി അതിൻ്റെ എല്ലാം ചാർട്ടും കൂടെ അനലൈസ് ചെയ്തിട്ട് സൂപ്പറായിട്ട് പിക്ക് ചെയ്തുകൂടെ? ഒരു കാര്യം കൂടെ പറയാം. ഈ ക്യാഷ് എന്ന ഇതിൽ പലർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം, അറിയില്ലാത്തവരുണ്ടാവുമല്ലോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് 50, നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 50, നിഫ്റ്റി 500 ഇത്രയും കാറ്റഗറിയിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് സെപ്പറേറ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നിഫ്റ്റി 500 സാധാരണ നോക്കാറുണ്ട്. പക്ഷേ ഈ ചെറിയ സ്റ്റോക്കുകളാണ് കേട്ടോ പെട്ടെന്ന് കയറിപ്പോകുന്നത്. ഭയങ്കരമായിട്ട് യൂസിയൊക്കെ അടിച്ച് കയറിപ്പോകാൻ സാധ്യതയുള്ളത് ചെറിയ സ്റ്റോക്കുകളാണ്. വലിയ സ്റ്റോക്കുകളാണെങ്കിലോ പെട്ടെന്ന് കയറിപ്പോയില്ല, മെല്ലെ കയറിപ്പോളൂ. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് കണ്ടോ, എഡൽവൈസ് കണ്ടോ, ഏകദേശം സപ്പോർട്ട് ലെവലിൽ നിന്ന് മൂടിപ്പോയി അല്ലേ? ശരിയാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലെവൽ കിട്ടിയേനെ. നമ്മൾ വൈകിപ്പോയി, അതുകൊണ്ട് നമുക്ക് ഈ ലെവൽ കിട്ടി. എന്നാലും ഇതിന് പൊട്ടൻഷ്യൽ ഇല്ലേ? 88 വരെയൊക്കെ പോകാൻ സാധ്യതയില്ലേ? 85 കൂട്ടിക്കോ. 88 ഇല്ലെങ്കിലും കുഴപ്പമില്ല, 85 കൂട്ടിക്കോ. ഇപ്പോൾ 73 അല്ലേ?
വീണ്ടും ഞാനിത് മാറ്റി ക്യാഷ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ RSI മെല്ലെ ഒന്ന് കുറച്ചിട്ട് 40 കൊടുത്തു. ഇപ്പോൾ നമുക്ക് അത്രയും സ്റ്റോക്കുകൾ കിട്ടില്ല അല്ലേ. ഫ്യൂച്ചർ കൺസ്യൂമറൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല ചാർട്ടാണ് കേട്ടോ ഫ്യൂച്ചർ കൺസ്യൂമറിൻ്റെ. കണ്ടില്ലേ, ഇത് ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ. ഫ്യൂച്ചർ കൺസ്യൂമർ ഞാൻ ഈ രീതിയിൽ മേടിച്ചിട്ട് വിറ്റായിരുന്നു. എവിടെയാണ് വിറ്റേന്ന് ഞാൻ മറന്നുപോയി. നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അത് നന്നായി. അത് കഴിഞ്ഞ് താഴേക്ക് പോയി. പക്ഷേ താഴേക്ക് പോയാലും നമുക്ക് പേടിക്കേണ്ടെന്നുള്ള എത്ര പെട്ടെന്നായി തിരിച്ചു കയറുന്നത്. ഇത് കണ്ടില്ലേ, ലാസ്റ്റ് ക്യാൻഡിൽ, പുള്ളിഷ് ക്യാൻഡില്ലേ, എത്ര പെട്ടെന്നാണ് തിരിച്ചു കയറുന്നത്. മാർക്കറ്റ് ഡൗൺ ആയിട്ട് പോലും തിരിച്ചു കയറുന്ന കണ്ടില്ലേ. പക്ഷേ തിങ്കളാഴ്ച വലിയ ഡൗൺ ആകാൻ സാധ്യതയുണ്ട് മാർക്കറ്റ്. SGS നിഫ്റ്റി 100 ചില്ലുവാനം പോയിൻറ്റ്, 150-60 പോയിൻറ്റും കാണും നെഗറ്റീവിൽ. 160 അല്ല, മറന്നുപോയി. എത്രയോ ഒരു പോയിൻ്റ് നെഗറ്റീവിലാണ് SGS നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോൾ 1% മുകളിൽ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ കയറി പോകാൻ സാധ്യത ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യേണ്ട. അതുകൊണ്ടാണ് ഞാൻ സിങ്ക് പിക്ക് തരാത്തത്. വെറുതെ എന്തിനാ. പക്ഷേ ഇതുപോലെ പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കാണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവൻ പറന്നങ്ങ് മോടി കയറും. അതാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ സിങ് എടുക്കണ്ടല്ലോ. അപ്പം ഞാൻ ഒരു സ്റ്റോക്ക് മാത്രമേ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതേ മെത്തേഡാണ് ഉപയോഗിച്ചത്. പക്ഷേ അത് കുറച്ച് കൂടിയ വിലയ്ക്കാണ് എടുത്തിരിക്കുന്നത്. TCN ബ്രാൻഡ്സ് ആണ് കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ചാർട്ടും കൂടി ഒന്ന് കാണിക്കാം. വെള്ളിയാഴ്ച ഒറ്റ ഒരെണ്ണമാണ് എടുത്തുള്ളൂ. മറ്റൊരു പേര് TCNS ക്ലോത്തിങ്സ് എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. TCN ബ്രാൻഡ്സും TCN ക്ലോത്തിങ്സും ഒന്ന് തന്നെയാണ്. ഞാൻ കൊണ്ടുപോയി എടുത്തേക്കുന്നുണ്ടോ. ഇത്രയും മൂടി കയറിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി താഴേക്ക് പോയാൽ സഹിക്കുക തന്നെ. പക്ഷേ ഇതിന് പൊട്ടൻഷ്യലുണ്ട്, ഇതിന് ബൈയും പൊട്ടൻഷ്യലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഈ ക്യാൻഡിൽ അതുപോലെ ഇവിടെ ഇത് നാളെ അടുത്ത ദിവസം ഇത് ഞാൻ ഓൾറെഡി 1% ഇപ്പോൾ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. എന്നാലും അടുത്ത ദിവസം ഇതേപോലെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം മുകളിൽ നിന്ന് കൊടുത്തേക്കണം, കൊടുത്തൊഴിവാക്കുക. ഇനിയിപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഹോൾഡ് ചെയ്താൽ തിരിച്ച് കയറിപ്പോകും. അതെന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഓൾ ഡേറ്റ ചാർട്ട് എടുത്തോ, മന്ത്ലി ചാർട്ട് എടുത്തോ, കണ്ടോ ഇവൻ ഇവിടുന്ന് മുകളിലേക്ക് കയറാൻ തുടങ്ങിയതാണ്. ഇവൻ കയറാൻ തുടങ്ങിയതാണ്. ഇവൻ എവിടെ വരെ പോകാൻ സാധ്യതയുണ്ട്? ഏറ്റവും കുറഞ്ഞത് അവൻ 840 ലെവലിലേക്കെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ വില എത്രയാണ്? 680. നമുക്ക് കുറച്ച് നാൾ ഹോൾഡ് ചെയ്തുകൂടെ? 2-3 മാസം ആയിക്കോട്ടെ, ഹോൾഡ് ചെയ്യാം. ബൈയും പൊട്ടൻഷ്യൽ ഇല്ലേ ഇവന്? ഉണ്ട്. അപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാം. അവൻ അവിടം വരെ പോയില്ലേ? സർവ്വസാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം 15% മുകളിൽ അപ്പിലാണ് സാധനം ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം അത്രയും ബൈയും പൊട്ടൻഷ്യൽ ആ സ്റ്റോക്കിന് ഉണ്ട്. പക്ഷേ എന്തായിപ്പോയി, നമ്മളിപ്പോൾ എടുത്തപ്പോൾ കുറച്ച് വിലയും കൂടിപ്പോയി. ബോട്ടം ലെവലിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതാണ് കുഴപ്പം. എന്നാലും ഇതിന് മുമ്പും ഇതിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് തൊട്ടേ ഉണ്ട്. ഇത് താഴേക്ക് പോയാൽ നമുക്ക് ധൈര്യത്തോടു കൂടി എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈ കോക്സ് ആൻഡ് കിങ്സൊക്കെ കുറേ ദിവസമായി കാണുന്നു പോസിറ്റീവ് നിൽക്കുന്നു. UC ആണ് കിട്ടുന്നില്ല. അതുപോലെ ജമ്പ് നെറ്റ്. പിന്നെ അടുത്ത ഒരു ശ്രദ്ധിക്കപ്പെട്ട സ്റ്റോക്ക് റിലയൻസ് ഹോം ഫിനാൻസ് ആണ് കേട്ടോ. എന്താ പോക്കല്ലേ, ഒരു രക്ഷയില്ല. UC അടിച്ച് അങ്ങനെ പോവാം. ഇതിൻ്റെ ഓൾ ഡേറ്റ ചാർട്ട് എടുത്താൽ, ഈ വലിയ ചാർട്ട് എടുത്താലേ നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നമ്മളോർക്കും ഇത് കുറച്ച് ഹൈ പ്രൈസാണ്. പക്ഷേ വലിയ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് ഹൈ പ്രൈസ് അല്ല. കണ്ടില്ലേ, ഇതൊക്കെ ഇതിൻ്റെ ലോ പ്രൈസാണ്. RHFL ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. RHFL 5.30 എൻ്റെ കയ്യിലുണ്ട്. RHFL ഹോൾഡിംഗ് ഉണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കേട്ടോ മേടിച്ചേ. ഞാൻ ഈ മെത്തേഡ് വെച്ചിട്ട്, ഇതാണ് പെന്നി സ്റ്റോക്കൊക്കെയാണ്. അപ്പം സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ നോക്കണം കേട്ടോ, നല്ല സ്റ്റോക്കുകൾ വാങ്ങാം. ഞാൻ കുറച്ച് ഇത് 5000 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളൂ. അതായത് 1000 സംതിങ് ക്വാണ്ടിറ്റി. എത്രയാണോ 5000 ചില്ലായിരം രൂപയ്ക്കാണ് ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയ പൈസയ്ക്കാണ് മേടിച്ചിട്ടുള്ളൂ. അവിടെ കിടക്കട്ടെ. മൾട്ടിബാഗർ ആയാലും വോളിയങ്ങൾ കണ്ടോ, ഇത് കണ്ടോ, ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഇതെല്ലാം നോക്കണം കേട്ടോ. അടിപൊളി മെത്തേഡാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല സ്റ്റോക്കുകൾ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ ആണെങ്കിലും ക്യാഷ് പോവുകയാണെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുണ്ട്. പെന്നി സ്റ്റോക്കൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. പെന്നി സ്റ്റോക്കൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ എടുത്താൽ മതി. നല്ല സ്റ്റോക്കുകൾ ഉറപ്പായിട്ടും കിട്ടും, എന്തായാലും കിട്ടും. മെത്തേഡ് അപ്ലൈ ചെയ്തോളൂ. അതുപോലെ ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോയിൻസ്വിച്ച് കുബേറിൽ അക്കൗണ്ട് എടുക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെൽക്കം ബോണസിൻ്റെ കാര്യം മറന്നു പോകണ്ട. 50 രൂപ വെൽക്കം ബോണസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.